നമസ്കാരം. ഞങ്ങളിന്ന് ഗ്ലാഡിസ് ടീച്ചറിൻ്റെ വീട്ടിലാണ് എത്തിയത്. എന്തിനു വന്നെന്നല്ലേ, നമുക്ക് ടീച്ചറിനെ വിളിക്കാം, ബാക്കി വിശേഷങ്ങൾ അവിടെ ചോദിച്ചു തന്നെ അറിയാം. വാ ടീച്ചറെ, നമസ്കാരം. ടീച്ചർ എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചെന്ന് പറയും സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചറായിരിക്കും, പിന്നെ അറിഞ്ഞ കുഞ്ഞു മക്കളെ പഠിപ്പിക്കുന്ന ടീച്ചറാണ്. അംഗൻവാടി ടീച്ചർ. എത്ര വർഷമായി? 28 വർഷമായി അംഗൻവാടി ടീച്ചറായിട്ട്. 28 വർഷമായി. ഞങ്ങളിവിടെ വന്നതിനൊരു കാരണം, കുറച്ച് കൃഷിയൊക്കെ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു. എന്നാലും രണ്ടുപേരും ചേർന്നിട്ടാണ് ഇവിടുത്തെ കൃഷി. നമുക്ക് ആ കൃഷി കാഴ്ചയിലേക്ക് നേരെ പോയാലോ? അപ്പൊ ഇതുവഴിയല്ലേ വഴി? പോവാം. എല്ലാ ദിവസവും ഈ സ്റ്റെപ്പ് കയറാറുണ്ടോ? 5-6 പ്രാവശ്യം. ഇതാണ് ടീച്ചറിന്റെ തോട്ടം. ഇവിടെ എന്തൊക്കെയുണ്ട്? പയറുണ്ട്, കത്തിരിയുണ്ട്, പാവലുണ്ട്, പടവലമുണ്ട്, വെള്ളരിക്ക ഉണ്ട്, പിന്നെ ചീരയുണ്ട്, ക്യാബേജ് ഉണ്ട്, പിന്നെ റാഡിഷ് ഉണ്ട്, പിന്നെ കോളിഫ്ലവർ ഉണ്ട്, പിന്നെ അടതാപ്പുണ്ട്, കോവലുണ്ട്. എല്ലാം കൂടി തിങ്ങി നിറഞ്ഞാണ് നിൽക്കുന്നത്. ഇത് കണ്ടാൽ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, പിന്നെ അഗസ്തിപ്പൂവുണ്ട്, പേരയുണ്ട്, ജാമ്പയുണ്ട്, പിന്നെ ഇതുണ്ട്, ചോളമുണ്ട്, പിന്നെ കൂർക്കയുണ്ട്. പിന്നെ എനിക്ക് പുറത്ത് കാച്ചില്, ചേന, ചേമ്പ്, ഇവിടെയും ഉണ്ട്. ഇഞ്ചി, മഞ്ഞള്, പ്രതിഭ മഞ്ഞളാണിത്. ഇഞ്ചി അതുപോലെ നമ്മൾ ചുക്കാക്കുന്ന ഇഞ്ചിയാണ് ഇവിടെ നട്ടിരിക്കുന്നത്. ഈ ഭാഗത്ത്. ഈ ഭാഗത്ത് എന്തില്ലാന്ന് ചോദിക്കണ്ട, എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഗ്രേപ്സ് ഉണ്ട്, മുന്തിരി, എല്ലാം കൂടി ഒരുമിച്ചാ ഒരു പറുദീസ തന്നെ. നമുക്ക് ഒന്ന് അങ്ങോട്ടൊന്ന് പോയാലോ? അതെ, പോവാലോ. ഈ ചെറിയ ഇടത്ത് ഒരു സ്പേസ് പോലുമില്ല. കാര്യം എല്ലാ ഭാഗവും നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ടെറസിൻ്റെ മേളിൽ എങ്ങനെ ഒരു കൃഷി ചെയ്യാൻ പറ്റുമെന്ന് എങ്ങനെ? അതായത് നമ്മൾ താഴെ പച്ചക്കറി വെച്ചു, അപ്പോൾ ശരിക്കും വെയിൽ കിട്ടാതായി. എൻ്റെ മരങ്ങളെല്ലാം ചെടികളെല്ലാം അങ്ങ് വളർന്നപ്പോൾ ആദ്യം താഴെ ആയിരുന്നു, നന്നായിട്ട് ഫലം കിട്ടുമായിരുന്നു. അപ്പോൾ അത് മരങ്ങളൊക്കെ വളർന്നു. അപ്പോൾ പിന്നെ നമുക്ക് അതും വേണം ഇതും വേണം. അപ്പോൾ അങ്ങനെ ആയപ്പോൾ എന്തായാലും ടെറസിന് മുകളിലോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ 8 വർഷം ഈ വീട് വെച്ചിട്ട് 9 വർഷം ഓഗസ്റ്റ് 24 ആയപ്പോൾ ആയി. അപ്പോൾ അന്ന് മുതൽ നമ്മൾ ഇതാണ് ഈ ടെറസിൽ കൃഷി ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. ആദ്യം 10-300 ഗ്രോ ബാഗിലായിരുന്നു. അപ്പോൾ ഗ്രോ ബാഗ് നശിപ്പിക്കാൻ നമുക്ക് വഴിയില്ല. കാരണം അതിങ്ങനെ ചീത്തയായി, പിന്നെ അവർ കർമ്മസേനക്കാർ എടുക്കൂല, കത്തിക്കാൻ പാടില്ല, അങ്ങനെ. അതെ, പ്ലാസ്റ്റിക്. അങ്ങനെ ആയപ്പോൾ പിന്നെ നമ്മൾ ഈ കവറിലോട്ട് മാറി. ഫ്രിഡ്ജിന്റെ കവർ. നമുക്ക് ഇങ്ങനെ ഒരു ടെറസിന് മേളില് കൃഷി ചെയ്യുമ്പോഴും മണ്ണ് നിറച്ച് ചെയ്യുന്നു. ഈ ടെറസിൽ ഈ വെള്ളം ഏൽക്കുമ്പോൾ വീടിന് പ്രശ്നം ഉണ്ടാവില്ലേ? ഇതുവരെ ഒരു കുഴപ്പമില്ല, പ്രശ്നം ഉണ്ടാവില്ല. കാരണം ശരിക്കും ഇത് ജൈവമാണ്, മറ്റ് യാതൊരു ചോർച്ചയില്ല, ഉണ്ടാവില്ല. കാരണം വെള്ളം വാർന്ന് പോകുന്നുണ്ട്. പിന്നെ ഈ മഴ സമയത്ത് മാത്രമേ ഇങ്ങനെ നനവ് ഉണ്ടാകാറുള്ളൂ. പിന്നെ കൂടുതൽ വെള്ളം അങ്ങനെ ഒഴിക്കാറില്ല, ആവശ്യത്തിന് മാത്രമേ ഒഴിക്കാറുള്ളൂ, വേണ്ട സാധനങ്ങൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ. പിന്നെ മറ്റ് വളങ്ങൾ യാതൊന്നും ഇതിനകത്തില്ല. അതെ, ജൈവമാണെന്ന് ഞാൻ കണ്ടു. അതിനകത്ത് 1-2 പ്രാണികളൊക്കെ ഉണ്ട്, ജൈവമായിട്ടാണ് അവർ ജീവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മനുഷ്യനും വൃത്തിക്ക് കഴിക്കാൻ പറ്റിയ, അല്ലെങ്കിൽ വിശ്വസിച്ച് കഴിക്കാൻ പറ്റിയ, ശരിക്കും സന്തോഷത്തോടെ കഴിക്കാൻ പറ്റുന്നത്, ആർക്കെങ്കിലും സന്തോഷത്തോടെ കൊടുക്കാൻ പറ്റുന്നത് എല്ലാം നമ്മുടെ ഈ ജൈവമായതുകൊണ്ട്. ഇത്രയും ഈ ചെറിയ സ്ഥലത്ത് ഒരുപാട് ഐറ്റം ഉണ്ട് അല്ലേ? എല്ലാ തരത്തിലുള്ള, എനിക്ക് തോന്നുന്നു നമ്മളൊരു വീട്ടിന് ഉപയോഗിക്കുന്നതിനെക്കാട്ടി കൂടുതലുണ്ട്, അധികമുണ്ട്. പച്ചക്കറി കൃഷി ഇവിടെ ഉള്ളതായിട്ട് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ തോന്നില്ല, പക്ഷെ പറഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായി. പക്ഷെ ഓരോന്നോരോന്നിനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഇതിനോട്ടുള്ള പ്രചോദനം എന്താ? ഇങ്ങനെ ഒരു പച്ചക്കറി നമുക്ക് കൃഷി ചെയ്യണം, വീട്ടിൽ അങ്ങനെ എടുക്കണം. അത് ശരിക്കും എനിക്ക് തോന്നുന്നു എൻ്റെ ജീനിൽ തന്നെ അടങ്ങിയ ഒരു കാര്യമായിരിക്കാം. കാരണം എൻ്റെ പപ്പ സെക്രട്ടേറിയറ്റിൽ ജോലിയുള്ള ഒരാളായിരുന്നു. പക്ഷേ പപ്പയുടെ ജോലി സമയം കഴിഞ്ഞ് ബാക്കി ഫുള്ള് പപ്പ ചിലവാക്കുന്നത് കൃഷിയിലായിരുന്നു. അപ്പോൾ പപ്പയ്ക്കൊപ്പം അമ്മയും
കൃഷി കാര്യങ്ങളെല്ലാം ചെയ്യുമായിരുന്നു. അപ്പോൾ ആ ഒരു കണ്ട് വളർന്നതാണ്. നമ്മൾ 7 മക്കളാണ്. അപ്പോൾ അതിൽ രണ്ടാമത്തെ ആളാണ് ഞാൻ. അപ്പോൾ ഇതൊക്കെ കണ്ട് വളർന്നു. അപ്പോൾ ഇതിനോടൊരു താല്പര്യം, കൃഷിയോടൊരു താല്പര്യമുണ്ട്. അതായത് പപ്പ ജീവിച്ചിരുന്ന സമയം മുഴുവൻ നാം കൃഷി ചെയ്യുകയും വളരെ ശരിക്കും അധ്വാനിക്കുന്ന ഒരു വ്യക്തിയുമായിരുന്നു. അപ്പോൾ ആ കൃഷിയോടുള്ള പപ്പയുടെ സ്നേഹം ശരിക്കും മക്കളായ നമുക്ക് മിക്കവാറും എൻ്റെ സഹോദരങ്ങൾക്കൊക്കെ, ഞങ്ങൾ 7 പേരാണ്. 7 പേര്. അതെ, എനിക്കൊരു മോളേ ഉള്ളൂ. പക്ഷേ എൻ്റെ സഹോദരങ്ങൾ 6 പേര് കൂടെ ഉണ്ട്. ടീച്ചർ എത്ര കാലമായി ഇവിടെ താമസമായിട്ട് ഈ ഓഗസ്റ്റ് 24 9 വർഷമായി. 9 വർഷം കൊണ്ട് ഈ കൃഷി ഇവിടെ ഉണ്ടോ? തീർച്ചയായിട്ടും 9 വർഷം കൊണ്ട് നന്നായിട്ട് 9 വർഷം കൊണ്ട് തുടങ്ങിയ കൃഷിയാണ്. ചേട്ടൻ എങ്ങനെ കൃഷി സഹായിക്കുമോ? ശരിക്കും സഹായിക്കുന്നുണ്ട്. കാരണം ഈ മണ്ണൊന്നും എന്നെ മുകളിൽ കയറ്റാൻ എന്നെ കൊണ്ട് കഴിയില്ല. എന്നാൽ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. ഹാർഡ് വർക്ക് അത്രയും ചെയ്യണമാണ്. അതെ, എന്നെ കൊണ്ട് കഴിയാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം. അതുപോലെ താഴെയും വാഴ നടുന്നതും ചേന നടുന്നതും ചേമ്പ് നടുന്നതും ഒക്കെ കുഴിയെടുക്കുന്നതും നടുന്നതും ഒക്കെ ചേട്ടനാണ്. ഈ കൃഷിഭവനിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സഹായങ്ങളോ അല്ലെങ്കിൽ വിത്തുകളൊക്കെ എങ്ങനെയാണ്? നല്ല സപ്പോർട്ടാണ് കൃഷിഭവനിൽ നിന്ന് കിട്ടുന്നത്. ശ്രീകാര്യം കൃഷിഭവനാണ്. നമുക്ക് കൃഷിക്ക് വേണ്ട എല്ലാ പ്രചോദനങ്ങളും കൃഷിഭവനിലും നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ വിത്ത് തരുന്നുണ്ട്, തൈ തരുന്നുണ്ട്. പിന്നെ ഇപ്പം തന്നെ ഇന്നലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് വൈകിട്ട് പോയാൽ എനിക്ക് പയറും ഹൈബ്രിഡ് പയർ വിത്ത്, വെണ്ട വിത്ത് തരാം. 10 സെൻറ്റ് സ്ഥലത്ത് നടണം. അത് ടെറസിന് മുകളിലല്ല, താഴെ നടുന്നതാണ്. അപ്പോൾ ഞാനത് നടാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ പോയി വിത്ത് വാങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് വന്നാലും നമ്മൾ അറിയിക്കാറുണ്ട്. ഈ വളമെല്ലാം കൃഷിഭവനിൽ തരുന്നുണ്ട്. ആ വളം മാത്രമേ ഇവിടെ വളമുള്ളൂ. ബാക്കിയല്ല എൻ്റെ വീട്ടിലുള്ള ചപ്പും ചവറും കരിയിലയും. പിന്നെ എനിക്ക് കോഴിയുണ്ട്. കോഴി വളവുമാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് ജൈവവളമാണ് കൃഷിഭവനിൽ തരുന്നത്. അപൂർവം എന്ന് പറഞ്ഞൊരു വളമുണ്ട്. പിന്നെ സൂഡോമോണസ്, ഇങ്ങനെയുള്ള ജൈവപരമായ കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പ്രാണികള്, കീടങ്ങള്, വണ്ട് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഈ ഇലകള് വെട്ടാനായിട്ട് പുഴുക്കള് ശരിക്കുണ്ട്. പുഴുണ്ട്. അതിനെ നമ്മൾ നിയന്ത്രിക്കുന്നുണ്ടോ? നിയന്ത്രിക്കുന്നുണ്ട്. മാക്സിമം ചെയ്യുന്നത് ഞാൻ കാണുന്നതെല്ലാം പിടിച്ച് കൊല്ലുന്നുണ്ട്. ഒന്നും തളിക്കില്ല. അല്ല, തളിക്കുന്നത് മാക്സിമം ഇല്ല. പിന്നെ വേപ്പെണ്ണ, പിന്നെ ആവണക്കെണ്ണ മിക്സ് ചെയ്തിട്ട് സോപ്പ് ലൈനായിട്ട് അങ്ങനെ തളിക്കും. പിന്നെ ചെയ്യുന്ന വേപ്പില, കറ്റാർ വാഴത്തട, ഇത് രണ്ടും കൂടി അടിച്ച് അത് 3 ദിവസം പുളിക്കാൻ വെച്ചിട്ട് അത് തളിക്കുന്നുണ്ട്. പിന്നെ കഞ്ഞിവെള്ളം ഡൈല്യൂട്ട് ചെയ്ത് തളിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ എല്ലാം ഉപയോഗപ്പെടുത്തും. അതെല്ലാം ഉപയോഗപ്പെടുത്തുന്നു. തുളസി നട്ടിട്ടുണ്ട്. ദോഹിക്കുന്ന തുളസി, കൃഷ്ണ തുളസി, മഞ്ഞയുണ്ട്. ഇതൊക്കെ അതുണ്ട്. കൃഷ്ണ തുളസി നട്ടിട്ടുണ്ട്. ഇതൊക്കെ അണുക്കളെ നമുക്ക് ഒരു പരിധി വരെ തടഞ്ഞു ഇവിടെ നിൽക്കാനുള്ള സൗകര്യം പോലും ഇല്ല. ഞാനിങ്ങനെ കുനിഞ്ഞാ നിൽക്കുന്നത്. ഇവിടെ നിവർന്ന് നിൽക്കാനുള്ള ഒരു പ്രശ്നമുണ്ട്. എന്ന് വെച്ചാൽ അത്രയ്ക്ക് തിങ്ങി നിറങ്ങി പച്ചക്കറി അങ്ങ് കാണാനൊരു ഭംഗിയുണ്ട്. നല്ല ഹൈറ്റില് വെയിറ്റ്, വള്ളി കയറുമ്പോൾ വെയിറ്റ് കൊണ്ട് താഴെ. അതെ അതെ. ഇതിന് ടീച്ചറിന് പഠിക്കാനായിട്ട് എന്തെങ്കിലും പോയിട്ടുണ്ടോ? ഈ പഠനം എന്തെങ്കിലും? കൃഷിഭവനിൽ നിന്ന് എന്തൊക്കെ കൃഷി ക്ലാസ് തന്നിട്ടുണ്ട്. കൃഷിഭവനിൽ നിന്ന് ഒരുപാട് ക്ലാസ് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഏതെങ്കിലും ട്രെയിനിങ് വരുമ്പോഴൊക്കെ കൃഷിഭവൻകാർ അറിയിക്കാറുണ്ട്. അപ്പോഴേ വെള്ളായണി കാർഷിക കോളേജിലൊക്കെ ഞാൻ ട്രെയിനിങ്ങിന് പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ ലീവ് എടുത്ത് പോകും. കുഞ്ഞു മക്കളെ പഠിപ്പിക്കുന്ന ടീച്ചറാണ്, നഴ്സറി ടീച്ചറാണ്. അപ്പോൾ ഈ കൃഷിയും പഠിപ്പീരും ഒക്കെ വെച്ചിട്ട് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഈ കൃഷിയും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് എനിക്ക് ശരിക്കും താല്പര്യമുള്ളതും ശരിക്കും ഇഷ്ടമുള്ളതുമായ കാര്യമാണ്. കാരണം എനിക്ക് 10 വർഷമായിട്ടാണ് എനിക്കൊരു മോളെ കിട്ടിയത്. കുഞ്ഞുങ്ങളില്ലായിരുന്നു. അപ്പോൾ ഒന്നാമത് നഴ്സറി സ്കൂളിലോട്ട് ഇറങ്ങിയത് തന്നെ കുഞ്ഞുങ്ങളെ ഈ നഴ്സറി കുട്ടികളുമായിട്ട് മിങ്കിൾ ചെയ്യാൻ വേണ്ടി തന്നെ. ഒന്നാമത്തെ കാര്യം എനിക്ക് കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്. അപ്പോൾ ആ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം ദൈവം എനിക്കൊരു മകളെ തന്നതെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. തോട്ടത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് സമയം കണ്ടത്? കാരണം എനിക്ക് ദിവസവും ഇവരെയൊക്കെ ഒന്ന് കണ്ടേ പറ്റൂ. എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ 1 മണിക്കൂർ, വൈകിട്ട് 1 1.5 2 മണിക്കൂർ, എത്ര സമയം എനിക്ക് കിട്ടുമോ അത്രയും സമയം ഞാൻ ഇതിനകത്താണ്. അപ്പോൾ നമ്മൾ ടീച്ചിങ് കഴിഞ്ഞ് വന്നാൽ വെള്ളം ഒഴിക്കുക, അതിനകത്ത് എന്തെങ്കിലും പുഴുവോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. പിന്നെ താഴോട്ട് കിടക്കുന്ന വള്ളിയൊക്കെ ഒന്ന് പിടിച്ച് കെട്ടുക. കായുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കാണുക. ഇത് കൊള്ളാലോ, നല്ലതാണല്ലോ എന്നൊക്കെ ഉള്ളൊരു അഭിപ്രായം അവരോട് തന്നെ പറയുക.
ഇപ്പൊ തന്നെ ഇതാ കണ്ടില്ലേ, അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ അതിനോട് ഞാൻ എത്രയോ പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ ഈ പച്ചക്കറികളായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. വെണ്ടയ്ക്കയോട് എത്രയോ എന്തൊക്കെയാണ് പറയുന്നത്? ഇത്രയും കൊള്ളാമല്ലോ, ഇത് നല്ല വെണ്ടയ്ക്കയാണല്ലോ, അപ്പൊ നാളെ ഞാനിതിനെ പറിച്ചെടുക്കുവേ, ഇങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ പറയും. വെണ്ടയ്ക്ക കാണുമ്പോ കൊള്ളാമല്ലോ, വെണ്ടയ്ക്ക നല്ല വെണ്ടയ്ക്കയാണല്ലോ, ഞാൻ നാളെ പറിക്കാമേ, ഇങ്ങനെയൊക്കെ പറയും. സന്തോഷമാണ് തീർച്ചയായിട്ടും. അതുപോലെ തന്നെ അത് കാണുമ്പോൾ ഇതൊരു പുതിയ ഐറ്റം ആണല്ലോ, ഇത് റിങ്കാർഡാണോ, ഇതെനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇനം ഇവിടെ കായ്ച്ചു കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം, കായ്ച്ചല്ലോ എന്നൊക്കെ ഇങ്ങനെ. അപ്പോൾ ആദ്യമായിട്ടുള്ളതാണ്, അതുകൊണ്ട് ഇതിനെ ഞാൻ അടർക്കണോ അതോ ഇതിനെ അടർത്ത് കഴിഞ്ഞാൽ എനിക്ക് വിത്തിന് വേറെ എന്തെങ്കിലും കിട്ടുമോ, ഇങ്ങനെയൊക്കെ ഞാൻ അവരോട് ചോദിക്കാറുണ്ട്. ഇനി കായ്ക്കുമോ, അപ്പോൾ അടുത്തത് ഞാൻ വിത്തിന് എടുത്തോട്ടെ, ഇത് ഞാൻ എടുത്ത് കറി വെച്ചോട്ടെ, ഇങ്ങനെയൊക്കെ സംസാരിക്കാറുണ്ട്. തികച്ചും ഒരു പ്രകൃതിയായിട്ട് ഇണങ്ങി അല്ലേ, പ്രകൃതിയായിട്ട് സംഭാഷണത്തിലൂടെയാണ് നമ്മൾ ഈ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവിടെ ഇതല്ലാതെ മറ്റ് എന്തൊക്കെയുള്ള നാരകമൊക്കെ ഞാൻ കണ്ടു. നാരകമുണ്ട്. ഇത് ജാമ്പയാണ്, വലിയ ജാമ്പ, ആപ്പിൾ ജാമ്പ. പിന്നെ അവിടെ ചെറിയൊരു മാവുണ്ട്. ഇതെല്ലാം ബഡ്ഡ. ഈ വലിയ മാവും ഈ പേരയൊക്കെ ഇത് വരുമ്പോൾ ഇതിന്റെ വേര് ഇതിനോട്ട് ഇറങ്ങാൻ സാധ്യതയില്ല. അത് ഈ കുഞ്ഞുനാളിൽ തന്നെ കായ്ക്കുന്ന ഇതിനകത്താണ് ഇത് ചെറുതിലെ കായ്ക്കും. പേര ഇതിൽ കായ്ച്ചു നിൽപ്പുണ്ട്. ഇതിന്റെ വേര് ഇതിനകത്ത് തന്നെ നിൽക്കും. പിന്നെ നമ്മൾ മണ്ണ് ഇളക്കുകയോ മണ്ണ് ഇട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ ഈ മണ്ണ് മാറ്റിയിട്ട് വേറെ മണ്ണ് ഇടുകയോ അങ്ങനെ. നമുക്ക് തൈ മാറ്റി നടേണ്ട സമയം വരുമല്ലോ, ആ സമയത്ത് ഈ മണ്ണെല്ലാം താഴെ കൊണ്ടുപോയിട്ട് പുതിയ മണ്ണ് നിറയ്ക്കുക. താഴെ കൊണ്ടുപോകില്ല, ഈ മണ്ണിൽ ഞാൻ വീണ്ടും ഇത്രയും കയറ്റണ്ടേ, അതുകൊണ്ട് ഈ മണ്ണെല്ലാം മാറ്റി അതിൽ കുമ്മായി ഇടാറുണ്ട്. കുമ്മായി ഇട്ട് 15 ദിവസം ഇട്ട ശേഷം ഇതിനടിയിൽ കംപ്ലീറ്റ് ചപ്പ് ചവറ് കരിയില എല്ലാം ഏകദേശം അങ്ങ് നിറയ്ക്കും. നിറച്ച ശേഷം ഇതിൽ നിന്ന് ഈ ഒരു ചട്ടിയിൽ നിന്ന് എടുക്കുന്ന മണ്ണ് ഒരു 3 ഇതിലിടാനുള്ള മണ്ണ് കിട്ടും. ആ മണ്ണിന് 3 പെട്ടിയിലോട്ട് ഇട്ട് വീണ്ടും അതിന് മുകളിൽ തൈ നടുന്നു. പക്ഷെ വീണ്ടും 3 മാസം കഴിയുമ്പോൾ 3 പ്രാവശ്യം നടും. ഇപ്പൊ പയർ നട്ടാൽ അടുത്ത പ്രാവശ്യം മുളകായിരിക്കും നടുന്ന, അതിൻ്റെ അടുത്ത പ്രാവശ്യം കത്തിരി ആയിരിക്കും നടുന്ന, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടൊമാറ്റോയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് മാറ്റി നടും 3 പ്രാവശ്യം. അത് കഴിഞ്ഞാണ് മണ്ണ് മാറ്റുന്നത്. ഒരിക്കൽ മണ്ണ് നിറച്ചാൽ 3 കൃഷി അതിനകത്ത് ചെയ്യും. അപ്പൊ കൊത്തി ഇളക്കി ഒക്കെ റെഡിയാക്കിയിട്ടാണ് അടുത്ത കൃഷി ചെയ്യുന്നത്. ഈ മണ്ണിന് കൂടുതൽ ഫലഭൂഷ്ഠത കിട്ടാനായിട്ട് മണ്ണിര എന്തെങ്കിലും ചെയ്യാറുണ്ടോ? മണ്ണിര ഞാൻ അങ്ങനെ മണ്ണിര ഇട്ടിട്ടില്ല, പക്ഷെ ഇത് നിറയെ മണ്ണിരയാ. ഇപ്പൊ ഇവിടെ എന്തെങ്കിലും ഒരു സാധനം എടുത്താൽ തന്നെ നമുക്ക് മണ്ണിരയെ കാണാൻ പറ്റും. ഇതാണ് മണ്ണിര. ഇതെല്ലാം ശരിക്കും ഞാനൊന്നും ഇട്ടതല്ല, ഇതെല്ലാം സ്വാഭാവികമായിട്ട് ഇതിനകത്തുള്ള. അതെ, ഇവരുള്ളതുകൊണ്ടാണല്ലോ കൂടുതൽ മണ്ണ് ഇങ്ങനെ ഫലഭൂഷ്ടമായി നിൽക്കുന്നത്. അവര് ഇതെല്ലാം കഴിച്ചിട്ട് കാഷ്ടിക്കുന്ന വളമാണ്. ഇവിടെ കുറച്ച് ചെടി കണ്ടല്ലോ, പൂവ്. അതെ സാറേ, ഇത് അങ്ങോട്ട് പോവാൻ പൂക്കൃഷിയാണ്. ഒന്ന് കണ്ടിട്ട് വരാം. സൂക്ഷിച്ച് പിടിച്ചോ ചേട്ടാ, ചർക്കരുത്. ക്യാമറമാനും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഇത് പുതിനയാണ്. പുതിന. ഇവിടെ ഈ പൂക്കൃഷി എങ്ങനെയാണ്? ഇവിടെ ആരെങ്കിലും വന്ന് പൂ വാങ്ങുന്നുണ്ടോ? പൂ നമുക്ക് വാങ്ങാൻ ഞാനിപ്പോൾ ഇത് ആദ്യമായിട്ട് ഇങ്ങനെ പൂ കൃഷി, ഇതിനിടയ്ക്കൊക്കെ 1ഉം 2ഉം ഒക്കെ വെക്കുമായിരുന്നു. കാരണം നമ്മൾക്ക് ചെടികൾക്ക് കേട് വരാതിരിക്കാൻ വേണ്ടി ശരിക്കും ഇൻസെക്ട്സിനെ ആകർഷിക്കാൻ ഈ പൂ ശരിക്കും ഉപകാരപ്പെടും. അതെ, അതെല്ലാം അപ്പൊ പൂവിലോട്ട് പോയിരുന്നുള്ളൂ. അപ്പൊ നമ്മുടെ പച്ചക്കറിയെ ബാധിക്കില്ല. അതൊരു ഗുണം. രണ്ടാമത് ഇത് നിമാവിര എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതാണ് നമ്മുടെ കത്തിരി ടൊമാറ്റോ ഒക്കെ വേര് വാടിപ്പോകുന്ന. അപ്പൊ ഈ നിമാവിരകള് ഇത് നട്ടു കഴിഞ്ഞാൽ നിമാവിരകളുടെ ശല്യം നമ്മുടെ മണ്ണിലുണ്ടാവില്ല. തികച്ചും ശാസ്ത്രീയമായിട്ടാണ് ടീച്ചർ ഇവിടെ കൃഷി ചെയ്യുന്നത്. കാര്യം നമ്മൾ ചില സമയത്ത് ഈ മഞ്ഞ കടലാസൊക്കെ ഉണ്ട്, എനിക്കുണ്ട്. മഞ്ഞ ഞാൻ കെട്ടിയിടുന്നുണ്ട്. അല്ലാതെ നമ്മുടെ കുപ്പിക്കകത്ത് ഞാൻ ചെയ്യുന്നത് തുളസി ഇല കയക്കി അതിനകത്ത് ഇടാറാണ്. അപ്പൊ അതിനകത്തൊരെണ്ണം ഇത് വന്നു. അതെ, പിന്നെ എനിക്ക് പാവല്, പടവലം, അവിടെ ഒരു പടവലങ്ങ നിപ്പുണ്ട്, അപ്പുറത്ത് നിപ്പുണ്ട്. പക്ഷെ ഇതിനൊന്നും കവറിടാൻ എനിക്ക് ടൈമില്ല. അറിഞ്ഞുകൂടാത്തോണ്ട്, മനസ്സില്ലാത്തോണ്ടല്ല, പക്ഷെ എനിക്ക് സമയത്തിന്റെ കുറവാണ്. പക്ഷേ ഒന്നും കുത്തിയിട്ടില്ല. ഇപ്പൊ ഓണത്തിന്റെ സമയമായല്ലോ, അപ്പൊ ഈ പൂവ് കൂടുതൽ വിരിയുന്ന ഞാനിപ്പോ ഓഗസ്റ്റ് 15-ന് ഈ പൂവാണ് നമ്മുടെ അസോസിയേഷനിൽ കൊടുത്തു, നമ്മുടെ അംഗൻവാടികളിൽ ഉപയോഗിച്ചു.
പിന്നെ ഇനി നമ്മൾ ഓണത്തിന് ഇത് അത്തപ്പൂ ഇടാൻ വേണ്ടി നമ്മുടെ അസോസിയേഷനിലും പിന്നെ നമ്മളോട് ബന്ധപ്പെട്ട ആൾക്കാർ ആർക്കെങ്കിലും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഇത്, കാശിനാണോ അതോ? ഇതുവരെയും കാശ് ഞാൻ വാങ്ങിയിട്ടില്ല. അപ്പോൾ ഇനി കാശ് കൊടുക്കണം, കാശ് വാങ്ങണമെന്നൊരു ആഗ്രഹമുണ്ട്. ഉണ്ട്. അല്ല, ഇനി തുടർന്ന് നമുക്ക് ഇനി കൃഷിയായിട്ട് മുന്നോട്ട് പോകണമല്ലോ, വളം വാങ്ങണം. അതുമല്ല ഈ തൈക്ക് തന്നെ 5 രൂപയാ, ഞാൻ തയ്യാ വാങ്ങി നട്ടത്. അപ്പൊ എന്തായാലും ഇനി എനിക്ക് ഇതുവരെ ഞാൻ കാശൊന്നും വാങ്ങിയില്ല, ഇനി കാശ് വാങ്ങണമെന്നാണ് എന്റെ ആഗ്രഹം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. വിളവെടുക്കുന്നില്ലേ, അത് എത്ര സമയം ആണ് ഇതിനൊരു വിളവെടുപ്പ്? വിളവെടുപ്പ് ഇത് ഏകദേശം എല്ലാ കൃഷികൾ ഉള്ളതുകൊണ്ട് പ്രത്യേക ടൈം ഉണ്ടാവില്ലെന്നറിയാം. ടൈമില്ല, പക്ഷെ നമ്മളെല്ലാ ദിവസവും കറിക്ക് വേണ്ടി ഇതിനകത്ത് വന്ന് എടുക്കാറുണ്ട്. എല്ലാ ദിവസവും കറിക്ക് വെക്കാനുള്ളത് എന്താണോ അത് ഇതിനകത്ത് നിന്ന് തന്നെ എടുക്കുന്നത്. പിന്നെ നമ്മൾ വിപണിയിൽ പോകുമ്പോൾ, ഇന്നിപ്പോൾ വിപണി ഉള്ള ദിവസമാണ്, അപ്പോൾ വിപണിയിൽ പോകുമ്പോൾ ഇതുപോലെ അന്ന് എന്തുണ്ടോ ഇതൊക്കെ എടുക്കാറായതാ, ഇതും എടുക്കാറായതാ. അന്ന് എന്തുണ്ടോ, ഇന്നിപ്പോൾ ഈ കണിവെള്ളരി പിന്നെ ഇതെല്ലാം, ഇത് പിന്നെ പാവല് ഇവിടെ ഉണ്ട്, ഇത് അവിടെ പാവയ്ക്ക് നിപ്പുണ്ട്. അപ്പൊ ഇതെല്ലാം വിപണിക്ക് കൊടുക്കാനുള്ളതാണ്. ഇന്നിപ്പോ പോകുന്നില്ല. അതെന്താണ്? ഇതാണ് ഞൊട്ടാഞ്ഞൊടിയൻ. ഞൊട്ടാഞ്ഞൊടിയൻ, അതെ, ഇതാണ് ഞൊട്ടാഞ്ഞൊടിയൻ. അപ്പൊ ഇത് നമുക്ക് നമ്മളിപ്പോ കയറുമ്പോൾ പഴുത്ത് നിൽക്കുന്നതൊക്കെ പറിച്ച് കഴിക്കാറുണ്ട്. ഇത് ചെറിയൊരു മധുരം. കാണിച്ചേ. ഇതാണ് ഞൊട്ടാഞ്ഞൊടിയൻ, കുട്ടികൾക്ക് കഴിക്കാൻ പറ്റിയതാണ്. ഒരുപാട് പോഷക ഗുണങ്ങളുള്ള സാധനമാണ്. കുട്ടികളുടെ വയറിന്റെ പ്രശ്നങ്ങൾ അതൊക്കെ മാറുമെന്നാണ്. ഇത് കഴിക്കാം, നമുക്കും കഴിക്കാം, കുട്ടികൾക്ക് മാത്രമല്ല നമുക്കും കഴിക്കാമെന്നാണ് ടീച്ചർ പറയുന്നത്. നമ്മൾ ഇനി വിളവെടുപ്പ് കഴിഞ്ഞു, ഇനി എത്ര സീസൺ കഴിയാറായോ ഈ കൃഷിയുടെ? ഇല്ല, ഇതിപ്പോ ശരിക്കും പറയുന്നത് നമ്മൾ ഇതിന്റെ വിളവ്, ഇത് വെണ്ട ഏകദേശം കഴിയാറായി. ഇതുകൂടെ കഴിഞ്ഞ് ഇവിടെ കട്ട് ചെയ്ത് വിട്ടാൽ താഴെ നിന്ന് കിളിർത്ത് വരും, ഇതുപോലെ ശിഖരം വരും. അത് 5-6 ദിവസം കൂടെ നിർത്താം, കാരണം നമുക്ക് വേറെ വെണ്ട 5-6 മാസം കൂടെ നിർത്താം. ഈ ചീര കൃഷി എങ്ങനെയാണ്? ചീര പക്ഷെ ഞാൻ അങ്ങനെ ചീര കൃഷിയായിട്ട് ചെയ്യാറില്ല. പക്ഷെ എനിക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കറി വെക്കാനുള്ള ചീര ഇതിനകത്തുനിന്ന് കിട്ടും, കാരണം ഞാൻ നട്ടതല്ല, തനിയെ നമുക്ക് വീട്ടാവശ്യത്തിന് എല്ലാ ദിവസവും നമുക്ക് എല്ലാ ദിവസവും കിട്ടാറുണ്ട് അല്ലേ? അത് പോയിട്ടുള്ളതാണ് വിപണിയിൽ വിൽക്കുന്നത്. ജൈവ രീതിയിലുള്ള പച്ചക്കറിയാണെന്ന് പറഞ്ഞു തന്നെയാണോ? ആണ്, ജൈവ പച്ചക്കറിയാണ്. ജൈവമാണ് നമ്മുടെ ഗ്രൂപ്പേ, ജൈവ ഹരിത ഓർഗാനിക് ഗ്രൂപ്പ് എന്നാണ് ആ ഗ്രൂപ്പ്. അവിടെ എല്ലാ ആൾക്കാർക്ക് വന്ന് വാങ്ങാം. എല്ലാ ആൾക്കാരും ഇതുപോലെ ചെയ്യുന്ന ഒരുപാട് പേര് അവിടെ കൊണ്ടുവരാറുമുണ്ട്, അതുപോലെ വന്ന് വാങ്ങാറുമുണ്ട്. അപ്പോൾ ഇത്തരം പച്ചക്കറികൾ ഇത്തരം വിപണികളിൽ നിന്ന് വാങ്ങുന്നതാണ് നമുക്ക് നല്ലത്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇതെങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയത് ഒന്നാണോ? ശരിക്കും മനസ്സുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന. ഇപ്പം കാരണം എല്ലാവരും സമയമില്ല എന്ന് പറയും. ഞാനിപ്പോൾ രാവിലെ 9:30 പോകുന്ന ആളാണ്. ചില ദിവസങ്ങളിൽ മീറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ 5 മണി 6 മണിയൊക്കെ ആയാലും ഞാൻ വീട്ടിൽ എത്തും. അന്ന് ചിലപ്പോൾ എനിക്ക് ഇവരെ ഒന്നും കാണാൻ പോലും പറ്റില്ല. പക്ഷെ എന്നാലും അടുത്ത ദിവസം രാവിലെ നമ്മൾ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് രാവിലെ ഓടി കയറേണ്ടി വരും. നമ്മൾ കയറി വന്ന് നോക്കിക്കഴിഞ്ഞാൽ മതി. പുറത്തുനിന്ന് പച്ചക്കറി വാങ്ങണ്ട. എത്രയോ വർഷമായി പച്ചക്കറി പുറത്തുനിന്ന് വാങ്ങിയിട്ട്. പിന്നെ സാമ്പത്തിക ലാഭമാണ്. അല്ലെങ്കിൽ കുറഞ്ഞത് ഒരു ദിവസം 50 രൂപയുടെ പച്ചക്കറി നമുക്ക് വാങ്ങണമല്ലോ, അപ്പൊ അത് വേണ്ടല്ലോ. ഒരു ദിവസം അതെ, അപ്പോഴും പിന്നെ നമ്മൾ 30 ദിവസം കണക്കാക്കി 50 രൂപ വെച്ച് ആഡ് ചെയ്ത് അത്രയും നമുക്ക് ബെനിഫിറ്റ് അല്ലേ? അത് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാല്ലേ? അത് ഇൻവെസ്റ്റ് ഇത്രയൊന്നും വേണ്ട, ഇൻവെസ്റ്റ്മെന്റ്. കാരണം ഇതിന്റെ വളം എന്ന് പറയുന്നത് ഞാനിവിടെ ഉപയോഗിക്കുന്ന പച്ചക്കറിയുടെ വേസ്റ്റ്, അരി കഴിയുന്ന വെള്ളം, പരിപ്പ് കഴിയുന്ന വെള്ളം, ഇതെല്ലാം ഞാനിങ്ങനെ പാത്രങ്ങളിൽ ഒഴിച്ചു വെക്കാറുണ്ട്. അത് ഒഴിച്ചു വെച്ചൊരു 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് ആ വെള്ളമാണ് ഇതിന് ഒഴിച്ചു കൊടുക്കുന്നത്. ഡൈലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കും. കഞ്ഞിവെള്ളം ഇതെല്ലാം കൂടി ഒരുമിച്ച് മീൻ കഴുകുന്ന വെള്ളം, ഇറച്ചി കഴുകുന്ന വെള്ളം എല്ലാം ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഒരു 3-4 ദിവസം കഴിയ ശേഷം അതിനെ ഡൈലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കും. പിന്നെ ഇതിൻ്റെ വയസ്സായ ഇലകളുണ്ടല്ലോ, ഇതുപോലെയുള്ള ഈ ഇലകളെല്ലാം കട്ട് ചെയ്തിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് അതിനകത്ത് ഇട്ട് വെച്ചിട്ട് അത് അഴുകി കഴിയുമ്പോൾ ഒരു 5 ദിവസമൊക്കെ ആകുമ്പോൾ അതിനെയും ഞാൻ ഡൈലൂട്ട് ചെയ്ത് ഇതിനൊഴിച്ചു കൊടുക്കും.
ഉരുളക്കിഴങ്ങിന് പകരം ഉപയോഗിക്കുന്ന സാധനം അടതാപ്പ്. അടതാപ്പ്. എന്തിനാ നമ്മൾ പറയാൻ പോകുന്നത്? പിന്നെ ഉരുളക്കിഴങ്ങ് നമ്മൾ നട്ടാലുണ്ടാവും. എനിക്കൊരിക്കൽ കുറച്ച് കിട്ടി, പക്ഷെ അത് മഴയില്ലാത്ത സമയം നടണം. ഉള്ളി, വെളുത്തുള്ളി എല്ലാം ഞാൻ ചെയ്യുന്നുണ്ടല്ലേ? ഉള്ളിയൊക്കെ താഴെ ഇരിപ്പുണ്ട്, കാരണം മഴയത്ത് അത് അഴുകിപ്പോവും. അതുകൊണ്ട് മഴയില്ലാത്ത സ്ഥലത്ത് നമ്മൾ മാറ്റി വെച്ചാൽ മാത്രം. പിന്നെയും ഇവിടെ എന്തില്ല എന്ന് ചോദിക്കേണ്ട, എല്ലാം ഇവിടെയുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ മലയാളികൾ ഇത് കണ്ട് പഠിക്കേണ്ടതാണ്. കാര്യം നമുക്ക് ചെറിയ ഇടങ്ങളിലും കൃഷി ചെയ്യാമെന്ന് തെളിയിക്കുകയാണ് ടീച്ചർ. ഇത് കോളിഫ്ലവർ, എന്നെ വൈൻഡപ്പ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഇത് ക്യാരറ്റ്, കാരണം പറഞ്ഞിരുന്നു ക്യാരറ്റ് ഉണ്ട് ഇവിടെ, കോളിഫ്ലവർ, റാഡിഷ് ഉണ്ട് അല്ലേ? ക്യാബേജ് ഇതുപോലെ തന്നെ ഇരിക്കും. കഴിഞ്ഞു, ഞാൻ വിത്ത് പാകി വെച്ചിട്ടുണ്ട്. അതിപ്പോ ഉടനെ നടുന്നുണ്ട്. പാകി വെച്ചിട്ടുണ്ട് വിത്ത്, താഴെ ഇരിപ്പുണ്ട്. താഴെ ഞാൻ ഇന്നൊരു വൈൻഡപ്പ് പറഞ്ഞോട്ടെ, ടീച്ചറിന് പോവാൻ സമയമായില്ലേ? കണ്ടില്ലേ, കൈ നിറയെ പച്ചക്കറിയാണ്. മലയാളികൾക്ക് ഓണത്തിനും വിഷുവിനും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണിത്. ശുദ്ധമായ പച്ചക്കറിക്ക് വേണമെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ കൃഷി ചെയ്യണം, അല്ലേ? ചെറിയ സ്ഥലവും നോക്കണ്ട, നമ്മൾ കൃഷി ചെയ്യാൻ അങ്ങോട്ട് ഇറങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ പുതിയ കൃഷി കാഴ്ചകളുമായി വീണ്ടും കാണാം, അല്ലേ?